ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ കനകയാണെങ്കിൽ ഇവള് കള്ളിയാണോ അല്ലെങ്കിൽ നല്ലവളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചെറിയൊരു സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ വേലക്കാരുടെ മുന്നിൽ. അപ്പോൾ കനക ഓടി വന്നിട്ട് നയനയോട് ഈ കാര്യങ്ങളെല്ലാം പറയണത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അവരുടെ മുന്നിൽ ഇങ്ങനത്തെ വേഷം കെട്ടൊന്നും കാണിക്കരുത് ഞാൻ അമ്മനോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കാണിച്ചത്? ഇത് വല്ലാത്തൊരു മോശക്കേടായി പോയിട്ടോ. ഇത് ഞങ്ങളെയും കൂടി അപമാനിക്കുന്ന രീതിയിലല്ലേ അമ്മ കാണിച്ചു കൂട്ടിയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ പൊന്നു മോളെ ഇപ്പം അറിയാം അവള് കള്ളിയാണോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിർത്താൻ പറ്റുന്നവളാണോ എന്നൊക്കെ ഇപ്പം അറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അതിനെക്കുറിച്ച് ഓർത്തൊന്നും മോള് ടെൻഷൻ അടിക്കണ്ട. അല്ലെങ്കിലേ ഇവരെയൊക്കെ വെച്ച് പൊറിപ്പിക്കാനായിട്ട് പറ്റില്ല. ഹോം നേഴ്സാണ്, വേലക്കാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറും, എന്നിട്ട് വീട്ടിലെ സ്വർണ്ണവും ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകും എന്നിങ്ങനെ പറയുമ്പോഴാണ് വരുന്നത് നമ്മുടെ എലിസബത്ത്. അപ്പം എലിസബത്തിന് ഭയങ്കര സങ്കടമായി പോയില്ലേ. ഈ കനകം പറയുന്നത് എലിസബത്ത് കേൾക്കുകയും ചെയ്തു. അപ്പം എലിസബത്ത് ആണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല, ഇന്നാ നിങ്ങളുടെ മോതിരം എനിക്കിത് അവിടെ കിടന്ന് കിട്ടിയതാണെന്നും പറയുകയാണ്. അപ്പോൾ കനകത്തിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എന്നാലും എൻ്റെ പൊന്നു മോളെ, ഞാനിവിടെ ജോലിക്ക് വന്നതേ അനന്തമൂർത്തി സാറിനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എനിക്കിവിടെ ജോലിക്ക് വരേണ്ട കാര്യമില്ല. പിന്നെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോളാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ പ്രവർത്തികൾ മുഴുവനും ചെയ്യുന്നത്. എനിക്ക് കട്ട് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പലയിടത്തും ഹോം നേഴ്സായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒരു ചീത്തപ്പേരും കിട്ടിയിട്ടുമില്ല. വർഷങ്ങളായി ഞാൻ ഹോം നേഴ്സിൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനിവിടെ അടുക്കള ജോലിക്കാരിയായിട്ടല്ല വന്നത്, ഹോം നേഴ്സായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ഈ ജോലികളെല്ലാം ചെയ്യുന്നത് മോളെക്കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ കമ്മലൊക്കെ ഇട്ടത് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി, എന്നെ പരീക്ഷിക്കാനല്ലേ. അങ്ങനെ എന്നെ പരീക്ഷിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല എന്നൊക്കെ ഇങ്ങനെ കനകത്തോട് നല്ല മുഖത്തടിച്ച പോലെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. നിങ്ങൾക്ക് എന്നെ താല്പര്യമില്ല ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കുന്നേ, എന്തിനാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഞാൻ പോയിക്കോളാം എങ്ങോട്ടെങ്കിലും, എനിക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ ശമ്പളം കൊണ്ട് വേണ്ട ജീവിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം നയനയാണെങ്കിൽ അയ്യോ എൻ്റെ പൊന്ന് ചേച്ചി, അമ്മയോട് ഞാൻ പറഞ്ഞാണ് ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യല്ലേ എന്ന്, ചേച്ചീനെ അപമാനിക്കുന്ന രീതിയിലായി പോകുന്നൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ അമ്മയുണ്ടോ കേൾക്കുന്നു. അപ്പോൾ കനകമാണെങ്കിൽ ഒരു വളിച്ച് ചിരിയോടുകൂടി തന്നെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മോളെ, നിങ്ങൾ വേണമെങ്കിലേ മൂർത്തി സാറിനെ വിളിച്ച് ചോദിക്ക്, ഞാൻ എങ്ങനെയാണ്, എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹത്തോട് വിളിച്ച് ചോദിക്കുക. അദ്ദേഹം പറയും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിന് എന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അയ്യോ ചേച്ചി, ഞങ്ങളതിന് മുത്തശ്ശനായിട്ട് മിണ്ടുന്നില്ല, ചെറിയൊരു പിണക്കത്തില്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുന്നേ. അങ്ങനെ ചോദിക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ചേച്ചി സോറി ചേച്ചിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചേച്ചി ഇവിടെ വിട്ട് പോകരുത്, ദൈവത്തോർത്ത് പിണങ്ങി പോകരുത്. അമ്മയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തി ഒന്നും ചെയ്യില്ല. പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ കൊള്ളാം, മനസ്സിലായല്ലോ? ഇവിടെ നിൽക്കുന്നതേ ഞാൻ മൂർത്തി സാറിനെ ആലോചിച്ചുകൊണ്ട് മാത്രം മനസ്സിലായല്ലോ? ഇനി ഇത്തരത്തിലുള്ള വേഷം കൊണ്ടായിട്ട് എന്നോട് വരരുത്. ഇതൊക്കെ കാണിക്കുന്നത് വളരെ ചീപ്പായ കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് നമ്മുടെ എലിസബത്ത് അവിടെ നിന്ന് പോവാണ്. എലിസബത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും കനകത്തിനിട്ട് പൊളിച്ചെടുക്കുകയാണ് നമ്മുടെ നയന. നമ്മളോട് പറഞ്ഞില്ലേ നമുക്ക് സമാധാനമായില്ലേ? ചമ്മി നാറിയ അവസ്ഥയിലായി പോയല്ലേ. അവരിപ്പോൾ നല്ല മറുപടി തന്നില്ല അമ്മയ്ക്ക്. വേണം, അമ്മയ്ക്ക് ഇത് കിട്ടണം. ഞാനെവിടെ തോറ്റുപോയി എന്നാണ്, ഞാൻ ജയിച്ചു ഈ കളിയിൽ. കാരണം അവളെ ഇവിടെ വിശ്വസിച്ച് നിർത്താം. അവൾ ആ സ്വർണവും കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്നില്ലേ. അപ്പോൾ ഞാനല്ലേ ഈ കളിയിൽ വിജയിച്ചത്, അവൾ അവിടെ തോറ്റുപോയി. അപ്പോൾ ഈ എലിസബത്തിനെ ഇവിടെ പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുകയും ചെയ്യാം. പിന്നെ ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത് അമ്മ, പൂർണ്ണ വിശ്വാസത്തോടെ നിർത്താമെന്ന്. അമ്മ കാരണം എനിക്കിവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, പൊയ്ക്കോ വീട്ടിലേക്ക് എന്ന് പറയാണ്. അങ്ങനെ പോകില്ല, എനിക്ക് എലിസബത്തിനെ കണ്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കണം. ഇനി എന്ത് സംസാരിക്കാനാ അമ്മ ചുമ്മാ അനാവശ്യം കാണിക്കാൻ നിൽക്കരുത്, ഒന്നും മിണ്ടാതിരിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് എലിസബത്തേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നേരെ നമ്മുടെ കനകം അവിടെ നിന്ന് പോവാണ്.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരൺ ഏർപ്പാട് ചെയ്ത ആ CCTV ക്യാമറക്കാരനില്ലേ, അയാൾ പെട്ടെന്ന് ആദർശിനെയും കിരണിനെയും വിളിച്ചുകൊണ്ട് പോയി സാറേ ഇങ്ങോട്ട് വന്നേന്ന് സാറേ, എന്താ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സാറേ എനിക്കിത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, എനിക്ക് രഹസ്യമായിട്ട് മാത്രമേ സാറിനോട് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകണം. എന്താ കാര്യങ്ങൾ സാറേ, വലിയൊരു പ്രശ്നം നടക്കാനായിട്ട് പോവാണ് സാറേ, വലിയൊരു സംഭവം കണ്ടിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയാണ്. എന്താ കാര്യങ്ങൾ? അതെ നമ്മളാ ട്രേസ് ചെയ്ത നമ്പറില്ലേ, അത് കള്ളക്കടത്ത് സ്വർണം കടത്തുന്നുണ്ട് സാറേ എന്ന് പറയാണ്. കള്ളക്കടത്ത് സ്വർണം? അതെ സാറേ, കള്ളക്കടത്ത് സ്വർണം കടത്തുന്നുണ്ട് സാറേ എന്ന് പറയാണ്. ദൈവമേ, ആ ജ്വല്ലറിക്കാരാണ് സാറേ കള്ളക്കടത്ത് സ്വർണം കടത്തുന്നത്. ഇങ്ങനെ കള്ളക്കടത്ത് സ്വർണം കടത്തിയാണ് ഇവർ സ്വർണത്തിന് വിലയെല്ലാം കുറച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് സാറേ. ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുക തന്നെ ചെയ്യും സാറേ, അവരെ പിടികൂടണം സാറേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആടോ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെങ്ങനെയാണ് സ്വർണം എത്തിച്ചതെന്നും എന്തിനു വേണ്ടിയാണ് സ്വർണം കൊടുക്കുന്നതെന്നൊക്കെ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഇവരെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലടോ. ഇനി എന്താ വേണ്ടത് ഏതാ വേണ്ടെന്നൊക്കെ ശരിക്കും നന്നായിട്ടുണ്ട്. അപ്പം കിരണാണെങ്കിൽ അതെ, ഇനിയും അവരെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കണം, എന്താ ഈ സംഭവങ്ങളെന്നൊക്കെ ഞങ്ങൾ അപ്പം വിവരങ്ങളെല്ലാം അറിയിക്കണം കേട്ടോടോ എന്നൊക്കെ ഇങ്ങനെ ഈ ക്യാമറക്കാരൻ ഇങ്ങനെ പറയാണ്. അതെ സാറേ, ഞാനിവിടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇനി അവിടെ രക്ഷപ്പെടാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവരെ പിടികൂടണമല്ലോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദു ആണെങ്കിൽ ഏതൊരു വണ്ടിക്ക് നേരെ ഇങ്ങനെ ട്രേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിടിക്കവനെ, പെട്ടെന്ന് വണ്ടി ഓടിക്കടോ എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്. ഏതൊരു കള്ളനെ പിടിക്കാനുള്ള തന്ത്രപ്പാടില്ല. അങ്ങനെ നന്ദു ഓടിപ്പോയി. അപ്പോൾ ഈ കള്ളൻ ഒരു വിശാലമായ ഒരു പറമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഈ കള്ളൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. നന്ദു ബാക്കിയുള്ള പോലീസുകാരൊക്കെ ഇയാളെ പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ നന്ദു ആണെങ്കിൽ കൂടുതൽ ഓടാൻ നിന്നില്ല, ഈ കാറിനുള്ളിൽ എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ ബാക്കിയുള്ള പോലീസുകാർ ഈ കള്ളൻ്റെ പിറകെ ഓടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദു ഡിക്കി തുറന്നിട്ട് കുറേ കെട്ട് പൂട്ടി അങ്ങനെ വെച്ചിരിക്കുകയാണ്. കെട്ടെല്ലാം വലിച്ച് പറിച്ച് അഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറേ സ്വർണവും കുറേ ഡയമണ്ടുമാണ് അതിലിരിക്കുന്നത് കാണുന്നത്. ഇത് കണ്ട് നന്ദു ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ പോലീസുകാർ ഓടി വരണേ, മേഡം അവൻ രക്ഷപ്പെട്ട് പോയി മേഡം എന്നൊക്കെ പറയാണ്. ദേടെ ഇത് നോക്കിയടോ, ഇത് കള്ളക്കടത്ത് സ്വർണ്ണോടോ, അവനപ്പം കള്ളക്കടത്ത് സ്വർണം കൊണ്ടാണ് വന്നിരിക്കുന്നത്. എയർപോർട്ടിൽ വന്നത്. പക്ഷേ ഇതെങ്ങനെ വന്നു, ഏത് രീതിയിൽ വന്നു, ഏത് വഴി വന്നു എന്നൊക്കെയാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടത്. അവൻ എങ്ങനെയെങ്കിലും പിടികൂടണം, അവനെ രക്ഷപ്പെടാനായിട്ട് അനുവദിക്കരുത്. ഇവൻ്റെ പിന്നിൽ ആരാണ് കളിച്ചിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയാണ്. സാറേ, അത് നമുക്ക് ഉടനെ തന്നെ പിടിക്കാം, പക്ഷേ ഇപ്പം അവൻ രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്, നമുക്ക് ഉടനെ തന്നെ പിടിക്കുക തന്നെ ചെയ്യണമെന്നൊക്കെ പറയണം. എത്രയും പെട്ടെന്ന് ഈ സ്വർണം നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കണം, കള്ളക്കടത്ത് സ്വർണ്ണമാണ്, ഇതെന്തിനു വേണ്ടി അവർ വരുത്തിച്ച് എന്നും കൂടി നമുക്ക് തിരിച്ചറിയേണ്ട കാര്യമുണ്ടല്ലോടോ എന്ന രീതിയിൽ പറയാം. അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതെ സാറേ, ഇത് നിസ്സാര സംഭവമല്ലല്ലോ എന്നൊക്കെ നന്ദു പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുക നമ്മുടെ കനകത്തിനെയാണ്. അപ്പോൾ കനകം നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുക. വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ അവിടെയുണ്ട്. എന്തായി അല്ല, ഇവിടെ ഒരു പോലീസുകാരി ഉണ്ട് നന്ദു, പക്ഷെ അവളെയും വെട്ടിക്കും. അമ്മ പോലീസുകാരിയായിട്ട് ഇറങ്ങി അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ, എന്നിട്ട് വരുന്നത് വളിച്ചമുഖത്തോടു കൂടിയാണല്ലോ, എന്തു പറ്റി? ആര് പറഞ്ഞു ഗോവിന്ദേട്ടൻ ഞാൻ വളിച്ചമുഖത്തോടു കൂടി തന്നെയാണ് വരുന്നതെന്ന്? അതൊക്കെ ഗോവിന്ദേട്ടൻ്റെ വെറും തോന്നലാണ്. ഞാൻ പോയ കാര്യം സാധിച്ചു ഗോവിന്ദേട്ടാ. അവളെ വീട്ടിൽ നിർത്താൻ പറ്റുന്ന ഒരു പെണ്ണ് തന്നെയാണ്, സ്ത്രീ തന്നെയാണ് അവൾ, കള്ളിയല്ല, നമുക്ക് വിശ്വസിച്ച് കൂടെ നിർത്താം. എൻ്റെ കനകം, എന്നെ നയന മോള് വിളിച്ചായിരുന്നു, അവള് സംഭവങ്ങളെല്ലാം പറഞ്ഞു. എലിസബത്ത് എന്ന് പറഞ്ഞ ഹോം നേഴ്സ് കനകത്തിനെ പൊളിച്ചടിക്കുകയല്ലേ, അവരുടെ മുന്നിൽ നിങ്ങളുടെ അടവൊന്നും പോയില്ലല്ലേ കനകം? അയ്യോ എൻ്റെ ഗോവിന്ദേട്ടാ, അടവ് പോയില്ലെങ്കിൽ എന്താ, ആ സ്വർണം കൊണ്ട് അവളെൻ്റെ മുന്നിൽ വന്നില്ലേ, അപ്പം ഞാൻ തെളിയിച്ചത് എന്താ, അവള് നല്ലൊരു ജോലിക്കാരിയാണെന്നല്ലേ തെളിയിച്ചത്, അവള് കള്ളിയല്ല ആത്മാർത്ഥതയുള്ളവളാണ് എന്നല്ലേ ഞാൻ തെളിയിച്ചത് ഗോവിന്ദേട്ടാ. എനിക്കത് മതിയെന്നേ, അല്ലാതെ എൻ്റെ മകളുടെ ജീവിതം താഴ്മാറായി പോകാനായിട്ട് ഞാൻ സമ്മതിക്കോ? എൻ്റെ മോൾക്ക് വെച്ച് വിളമ്പി കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക അവിടെ നിന്ന് കയറിപ്പോയപ്പോൾ ഗോവിന്ദന് ചിരി സഹിക്കാൻ പോലും പറ്റുന്നില്ല. ഈ കനകത്തിൻ്റെ ഒരു കാര്യം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂർത്തി മുത്തശ്ശനെയാണ്. മൂർത്തി മുത്തശ്ശൻ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം അതിനിടയിൽ ഈ മൂർത്തി മുത്തശ്ശൻ്റെ ഭാര്യയും വരികയാണ്. ഇദ്ദേഹം അറിഞ്ഞോ, നന്ദുവേ കുറേ കള്ളസ്വർണം പിടിച്ചെടുത്തു അത്രേ. അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ടോ, ന്യൂസൊക്കെ ഞാൻ കണ്ടു, ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പോൾ നന്ദുവും നയനയും
ആദർശും കിരണും കല്യാണിയും ഇവര് ഇത്രയും പേര് ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ദേ നമ്മൾ പറഞ്ഞ ആ ലക്ഷ്യത്തിലേക്ക് എത്തും. ആദർശ് മോന് ഇതിന് പിന്നിൽ കളിച്ചത് ആരാണോ അവരെയൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ കാര്യങ്ങളെല്ലാം എളുപ്പമായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ ദൈവമേ കള്ളന്മാരെ എല്ലാം പിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആദർശ് മോന് വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു. എന്താ കൊച്ചുമോനെ കാണാനായിട്ട് ഇത്ര തിടുക്കമായോ, ഇത്രയും ആഗ്രഹമായോ എന്ന് ചോദിച്ചപ്പോഴേക്കും കൊച്ചുമോനെ കാണാൻ വേണ്ടിയല്ല, എനിക്ക് നയനമോളെ കാണാൻ വേണ്ടിയാ. നയനമോളെ കാണാഞ്ഞിട്ടേ ഒരു സുഖമില്ല. പിന്നെ ദേവയാനി പറഞ്ഞായിരുന്നു 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴും നയനമോളെ എത്രയും പെട്ടെന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണോന്ന്. അല്ല, അവിടെ നിർത്തണമെന്ന് ഒരു താല്പര്യമില്ല. അവളുടെ പ്രസവവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി സംരക്ഷിക്കണമെന്നാ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് സാധിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയാണ്. ആ സാധിക്കോടോ, അതെല്ലാം സാധിക്കും. ആദർശ് മോന് നല്ല വിജയത്തോടു കൂടി തന്നെ തിരിച്ചെത്തും നമ്മുടെ മുന്നിലേക്ക്. അതിന് ഇനി അധികം സമയങ്ങളില്ല എന്ന രീതിയിൽ തന്നെ പറയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവന്തികയും അവന്തികയുടെ അച്ഛനും കൂടി ഈ ഒരു ന്യൂസ് കാണുകയാണ്. നന്ദു എന്ന് പറഞ്ഞ പോലീസുകാരി ഇത്രയും കള്ളസ്വർണം പിടിച്ചെടുത്തുവെന്നും അതേപോലെ തന്നെ കള്ളനെ പിടിക്കാൻ പോയപ്പോഴേക്കും കള്ളനെ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൊരു ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാളാണെങ്കിൽ ആകെ വല്ലാത്തൊരു അവസ്ഥ നിന്നിട്ട് പെട്ടെന്ന് TV അങ്ങോട്ട് കട്ടാക്കുക. അപ്പോൾ TV അങ്ങോട്ട് കട്ടാഞ്ഞപ്പോഴേക്കും അച്ഛാ ഈ നന്ദു നമ്മളെ വിചാരിച്ചതുപോലെ അല്ലല്ലോ അച്ഛാ, അവള് കള്ളസ്വർണ്ണം എല്ലാം പിടിച്ചെടുത്തു. അതേ മോളെ നമ്മളുടെ വഴിയിൽ അവളാണിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഏത് നന്ദു ആണെങ്കിലും പോലീസുകാരിയാണെങ്കിലും നമ്മളുടെ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്നവളെ ഇനി ജീവനോടെ വെച്ചേക്കാൻ കൊള്ളൂല. വേണ്ടി വന്നാൽ അവളെ തീർക്കണം. അവളെ ആ മൂർത്തീസ് കമ്പനിയിൽ നല്ല കൂറുള്ളവളാണ്. അതുകൊണ്ട് അവൾ അങ്ങനെ വെച്ച് പൊറപ്പിക്കാനായിട്ട് പാടില്ല. അച്ഛാ ഇപ്പം ആ ഡ്രൈവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ ഡ്രൈവറെ പിടികൂടി കഴിഞ്ഞാൽ പണി കിട്ടും. ഇപ്പം പിടികൂടിയിട്ടില്ലല്ലോ, പക്ഷെ അതിനു മുമ്പ് തന്നെ അവനെ നമ്മൾ കണ്ടെത്തിയിട്ട് അവനെ അങ്ങോട്ട് തീർക്കണം. അവൻ്റെ നാവിൽ നിന്ന് ഒരു സത്യം പോലും വരാൻ പാടില്ല. അവരെ പോലീസുകാർ പിടിക്കാനും പാടില്ല. നമ്മുടെ കമ്പനി ഒരിക്കൽ പോലും താഴ്ന്നു നിൽക്കാനായിട്ട് പാടില്ല മോളെ എന്നൊക്കെ ഇവരിങ്ങനെ ഭയങ്കര ഗൂഢാലോചന ചെയ്യുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അഭി അനാമികയുടെ അച്ഛനെയും കാണാനായിട്ട് ചെല്ലുകയാണ്. അഭിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അതെ, നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തി എന്തിനാണെന്നറിയാവോ? ഒരു സന്തോഷ വാർത്ത പറയാനാ. സന്തോഷ വാർത്തയോ? എന്താടാ അഭി നിനക്ക് സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ എയിൻ ജ്വല്ലറി എന്ന് കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. ഈ എയിൻ ജ്വല്ലറി പുതിയൊരു ഷോറൂം തുടങ്ങാനായിട്ട് പോവാണ്. ആ ഷോറൂമിലെ മാനേജറായിട്ട് എന്നെ നിർത്താനായിട്ട് പോവാണെന്നും പറയാ. മാനേജറോ? നിന്നെയോ? അതേന്നേ, സത്യം ഞാൻ പറഞ്ഞത്. എന്നെ മാനേജറായിട്ട് അവരെ നിർത്താനായിട്ട് പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടാ അഭി, നിന്നെ അവിടെ ഒരു മാനേജറായിട്ട് നിർത്തുമെങ്കിലേ എൻ്റെ മോളെയും അവളെ നിർത്തടാ, അവൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കടാ എന്ന് പറയാം. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ പിന്നെ ഇവിടെ നിർത്തിയിട്ട് വേണം അവിടെ ആ ജ്വല്ലറി കോളം തോണ്ടാനായിട്ട്. അപ്പോഴേക്കും അനാമികയാണെങ്കിൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല, പക്ഷേ ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, അതുകൊണ്ട് എനിക്ക് അക്കൗണ്ട് സെക്ഷനിൽ നിൽക്കാനൊക്കെ പറ്റും. എനിക്ക് അവിടെ ഒരു ജോലി ചെയ്താൽ മതി. എൻ്റെ അനാമികയെ, നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ, അനിയും നീയും തമ്മിലുള്ള ഡിവോഴ്സ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നിയമപരമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഭാര്യയും ഭർത്താക്കന്മാരും തന്നെയാണ്. അനി ഇപ്പോൾ മൂർത്തീസ് കമ്പനിയിലെ MD ആണ്. അത് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് അച്ഛനാണെങ്കിൽ എടാ, അവൻ മൂർത്തീസ് കമ്പനിയിലെ MD ആയിട്ട് ഞങ്ങൾക്ക് എന്താണ് ഉപകാരം? ഉപകാരം ഉണ്ടല്ലോ. ഇത് വെച്ച് നിങ്ങൾക്കൊരു കളി കളിക്കണം. കാരണം ഇതുവരെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലണം, അനിയുടെ ഭാര്യയാണെന്ന നിലയിൽ തന്നെ. കാരണം ആ ഒരു നിലയിൽ നിങ്ങളെ ഓടിച്ചു വിടാനൊന്നും അവർക്ക് പറ്റിയൊന്നുമില്ല. പിന്നെ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഈ മുത്തശ്ശൻ്റെ കാൽക്കൽ വീണൊക്കെ മാപ്പ് പറഞ്ഞാൽ മതി നമ്മുടെ നിലനിൽപ്പിന്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് മുത്തശ്ശൻ ക്ഷമിച്ചു എന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ MDയുടെ ഭാര്യയായിട്ട് അനാമികെ നിനക്ക് തിളങ്ങാം എന്നിങ്ങനെ പറയാ. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.